ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ സന്ധ്യാസമയത്ത് ധ്യാനിക്കാൻ പോണ വചനം യിരെമ്യാവിൻ്റെ 15. യഹോവേ എന്നോട് അരുളി ചെയ്തത്, മോശയെയും സമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കലേക്ക് ചായുകയില്ല. ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് അട്ടിക്കളയുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ പറഞ്ഞിരിക്കുന്നത് യഹൂദ മക്കളിനെ കുറിച്ചിട്ടാണ്. ദൈവവചനങ്ങൾ അനുസരിക്കാണ്ട് അന്യ ദേവന്മാരിനെ ദേവിമാരിനൊക്കെ ആരാധിച്ച് നടക്കണ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അവനെ അന്യ രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവനെ ആട്ടിക്കളഞ്ഞു. അവനെ ഭരിച്ചിരുന്ന രാജാക്കന്മാരൊന്നും ഇപ്പില്ല. ഫറവോൻ്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി. ഫറവോൻ യഹൂദന്മാരെ ഭരിച്ചിരുന്നതാണ്. അസിറിയ സാമ്രാജ്യം ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി. അസിറിയ സാമ്രാജ്യം യഹൂദന്മാരെ ഭരിച്ചിരുന്നതാണ്. ആ രണ്ട് സാമ്രാജ്യങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി. 1800 വർഷം ഈ ഭൂമിയിൽ പല ഭാഗങ്ങൾ ചെതറി പാർത്ത ജൂതന്മാരെ അന്ത്യകാലത്ത് ദൈവം അവരുടെ ദേശത്ത് കൂട്ടിച്ചേർത്തു. ഇന്ന് യഹൂദ ജനങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നാലാഭാഗത്തിലിരിക്കുന്ന ജൂതന്മാർ അവൻ്റെ രാജ്യത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മിശിഹ വരാൻ സമയമായിരുന്നു. അവർ നമ്മുടെ യേശു ക്രിസ്തുവിനെ മിശിഹയായിട്ട് അംഗീകരിക്കുന്നില്ല. അവർ അന്ത്യകാലമായി എന്ന് പറഞ്ഞ് ജെറുസലേം ദേവാലയം പണിയണം പറഞ്ഞിട്ട് അവർ യാഗം അർപ്പിച്ചു കഴിഞ്ഞു. അഹരോൻ്റെ വംശത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ശുദ്ധികലശം ചെയ്യുവാൻ യാഗം അർപ്പിച്ച് ആ ചാരം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എത്ര അന്ത്യം അടുത്തിരിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എത്രയും വേഗം ഒരുങ്ങേണ്ട സമയം കഴിഞ്ഞു. ജെറുസലേം ദേവാലയം പണിയിന് തൊട്ട് മുൻപ് കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര പേര് ഒരുങ്ങിയിരിക്കുകയാണ് കർത്താവിൻ്റെ കൂടെ പോകാൻ. ഒരുക്കത്തോടെ ഇരിക്കണം. നമ്മൾ എന്നും ദൈവവചനങ്ങൾ വായിച്ചും പ്രാർത്ഥിച്ചും ഓരോരോ ദിവസവും നമ്മളെ മനസ്സിനും ശരീരത്തിനും ശുദ്ധീകരിച്ച് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാണ്ടും വചനം വായിക്കാണ്ടും ഈ ലോക ചിന്തകൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കൈവിടപ്പെടും. അവസാനം നമ്മൾ ഈ ഭൂമിയിൽ കിടക്കേണ്ടി വരും. അന്തിക്രിസ്തുവിൻ്റെ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മൾ കർത്താവിൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ധ്യാനിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആമേൻ.